6 മാസം കേടുകൂടാതെ ഇരിക്കത്തക്ക തരത്തിലുള്ള അളവിലാണ് ഞാൻ ഇതിലേക്ക് പ്രിസർവേറ്റീവ് ചേർത്തിരിക്കുന്നത്. സാന്താൻഗമും ഗ്ലിസറിനുമാണ് ചേർക്കുന്നത്. സാന്താൻഗം ഗ്ലിസറിനിൽ മിക്സ് ചെയ്ത് അരച്ചു വെച്ചിരിക്കുന്ന കരിമഞ്ഞൾ ലേപനത്തിലേക്ക് ചേർക്കാവുന്നതാണ്. നമ്മൾ കടയിൽ നിന്നും വാങ്ങുന്ന ഉൽപ്പന്നങ്ങൾ, ഉദാഹരണത്തിന് മാമാരത്തിന്റെ ഓയിൽ ഫ്രീ മോയ്സ്ചറൈസർ, മഞ്ഞളും കുങ്കുമവും അടങ്ങിയിട്ടുണ്ടെന്ന് അതിൽ ലേബൽ ചെയ്തിട്ടുണ്ട്. എന്നാൽ അതിലെ ചേരുവകളുടെ ലിസ്റ്റ് പരിശോധിക്കുമ്പോൾ ഏറ്റവും അവസാനത്തെ ചേരുവകളായിട്ടാണ് അവ ഉൾപ്പെടുത്തിയിരിക്കുന്നതെന്ന് കാണാൻ കഴിയും. അതിനേക്കാൾ കൂടുതൽ ഉൽപ്പന്നം നശിച്ചു പോകാതിരിക്കാനും മണം നിലനിൽക്കാനും ചേരുവകൾ തമ്മിൽ വേർപെട്ടു പോകാതിരിക്കാനുമൊക്കെ ഉള്ളവയായിരിക്കുമെന്ന് നമുക്ക് മനസ്സിലാക്കാം. നമ്മൾ ഏത് ചേരുവയ്ക്ക് മുൻഗണന നൽകിയാണോ ഒരു ഉൽപ്പന്നം വാങ്ങുന്നത്, ആ ചേരുവ പല ഉൽപ്പന്നങ്ങളിലും അവസാന ചേരുവകളിൽ ഒന്നായിരിക്കും. ഓരോരുത്തരുടെയും സ്കിൻ തരം അനുസരിച്ച് നമുക്ക് ലഭ്യമാകുന്ന സസ്യങ്ങളും കിഴങ്ങുകളും മറ്റുമൊക്കെ ഉപയോഗിച്ച് സൗന്ദര്യവർദ്ധക വസ്തുക്കൾ വീട്ടിലുണ്ടാക്കുകയാണെങ്കിൽ ആ ഒരു പ്രശ്നം വരുന്നില്ലെന്ന് മാത്രമല്ല, പണം ലാഭിക്കുകയും ചെയ്യാം. നമുക്കാവശ്യമുള്ള ഔഷധങ്ങളെല്ലാം പ്രകൃതി തന്നെ നമുക്കായി ഒരുക്കിയിട്ടുണ്ട്. അത് വേണ്ടതുപോലെ ഉപയോഗപ്പെടുത്തേണ്ടത് നമ്മളാണെന്ന് മാത്രം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് കരിമഞ്ഞളാണ്. അതിന് കരിമഞ്ഞളിന്റെ കളർ ഇതാണോ എന്നൊരു സംശയം നിങ്ങൾക്കുണ്ടാകാം. വരണ്ട പ്രദേശങ്ങളിൽ വളരുന്ന കരിമഞ്ഞളിന്റെ ഉള്ളിൽ നല്ല രീതിയിലുള്ള കരിനീല നിറം കാണപ്പെടാറുണ്ടെങ്കിലും ജലാംശമുള്ള മേഖലകളിൽ വളരുന്ന കരിമഞ്ഞളിനുള്ളിൽ കരിനീല കളർ ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല. എന്നാൽ കസ്തൂരി മഞ്ഞളിനോട് അടുത്ത് നിൽക്കുന്ന ഒരു സുഗന്ധം കരിമഞ്ഞളിനുമുണ്ട്. ആയുസിന്റെ അവസാന ഘട്ടത്തിൽ മാത്രമാണ് കരിമഞ്ഞൾ പുഷ്പിക്കുക. പ്രത്യുൽപാദനത്തിന് ശേഷം അവ നശിക്കുകയും ചെയ്യുന്നു. ഈ കരിമഞ്ഞൾ അരച്ചെടുക്കാൻ നേരത്തെ ഉണ്ടാക്കി വെച്ചിരുന്ന കരിമഞ്ഞളിന്റെയും കറുവാപ്പട്ടയുടെയും ഒക്കെ എക്സ്ട്രാക്റ്റ് ആണ് ചേർക്കുന്നത്. എക്സ്ട്രാക്റ്റ് എടുക്കുന്ന വീഡിയോ ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ പോയി കാണാവുന്നതാണ്. ഇനി നമുക്ക് ഇതിലേക്ക് കളർ ആഡ് ചെയ്യാം. ബീട്രൂട്ട് ആണ് കളറിന് വേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഈ കളർ ഓക്കെ ആണെങ്കിൽ കളർ ആഡ് ചെയ്യണമെന്നില്ല കേട്ടോ. എനിക്ക് കിട്ടിയ ബീട്രൂട്ടിന് കളർ വളരെ കുറവായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ഉദ്ദേശിച്ചൊരു കളർ ഇതിന് കിട്ടിയില്ല. വീണ്ടും ഞാൻ കുറച്ച് ബീട്രൂട്ടിൻ്റെ കളർ കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. കൂട്ടത്തിൽ അതിൽ നിന്നും സ്വല്പം കളർ എടുത്ത് പ്രിസർവേറ്റീവ് ചേർത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. നമ്മൾ ഉണ്ടാക്കുന്ന സൗന്ദര്യവർദ്ധക വസ്തുക്കൾ പെട്ടെന്ന് നശിച്ചു പോകാതിരിക്കാനാണ് പ്രിസർവേറ്റീവ് ചേർക്കുന്നത്. ഇത് ഫിനോക്സി എത്തിനോളാണ്. ഒരു 6 മാസം കേടുകൂടാതെ ഇരിക്കത്തക്ക തരത്തിലുള്ള അളവിലാണ് ഞാൻ ഇതിലേക്ക് പ്രിസർവേറ്റീവ് ചേർത്തിരിക്കുന്നത്. കരിമഞ്ഞൾ ലേപനം ശരീരത്ത് പുരട്ടുമ്പോൾ പിശുപിശുപ്പുണ്ടാകാതെ പെട്ടെന്ന് സ്കിന്നിലേക്ക് ആഗിരണം ചെയ്യാനും ഒന്ന് കട്ടികൂടാനും വേണ്ടി സാന്താൻഗമും ഗ്ലിസറിനുമാണ് ചേർക്കുന്നത്. സാന്താൻഗം ഗ്ലിസറിനിൽ മിക്സ് ചെയ്ത് അരച്ചു വെച്ചിരിക്കുന്ന കരിമഞ്ഞൾ ലേപനത്തിലേക്ക് ചേർക്കാവുന്നതാണ്. അതോടൊപ്പം തന്നെ ബീട്രൂട്ട് കളറിൽ ചേർത്ത് വെച്ച പ്രിസർവേറ്റീവും ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക.